വിരിച്ചുവെച്ച കൊമ്പൻ മീശ, നീല തലപ്പാവ്, കൂളിംഗ് ഗ്ലാസ്, ബുള്ളറ്റിൽ വരുന്ന വരവ് കണ്ടാൽ മതി തനി രാവൺ. മോദി ഷായെ വിറപ്പിച്ച ചന്ദ്രശേഖർ ആസാദിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റ് മണ്ഡലത്തിൽ BJPക്കെതിരെ 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുകയാണ് ഈ രാവൺ. ഉത്തർപ്രദേശിലെ ദളിത് രാഷ്ട്രീയ മുഖമായി ഉദിച്ചുയർന്ന ചന്ദ്രശേഖർ ആസാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗീന മണ്ഡലത്തിൽ അംഗത്തിനിറങ്ങിയ ചന്ദ്രശേഖർ ആസാദ് വൻ മുന്നേറ്റമാണ് നടത്തിയത്. ഒരു സഖ്യത്തിലും ചേരാതെ ഒറ്റയ്ക്കായിരുന്നു ഭീം ആർമി സ്ഥാപക നേതാവും ആസാദ് സമാജ് പാർട്ടി ദേശീയ അധ്യക്ഷനുമായ ചന്ദ്രശേഖർ ആസാദിന്റെ പോരാട്ടം. എല്ലാ പാർട്ടികളെയും പരീക്ഷിച്ചു. ഇനി ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കെറ്റിലൊന്ന് പരീക്ഷിക്കൂ എന്നതായിരുന്നു ആസാദിന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. BJPയും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് SP-യും ഇവർക്ക് പുറമെ BSPയും നാഗിനയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ആസാദിനെ തറ പറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ആസാദിന്റെ മുന്നേറ്റം. ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടി രൂപീകരിച്ചിട്ട് വെറും 4 വർഷമേ ആയിട്ടുള്ളൂ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ, BSP സ്ഥാപകൻ കാൻഷിറാം എന്നിവരുടെ ആശയം ഉൾക്കൊണ്ടായിരുന്നു പാർട്ടിയുടെ രൂപീകരണം. നേരത്തെ ഉത്തർപ്രദേശിലെ ദളിത് രാഷ്ട്രീയ മുഖമായിരുന്നത് BSP നേതാവ് മായാവതിയായിരുന്നു. എന്നാൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും മായാവതിയുടെ BSP സംസ്ഥാനത്ത് ശോഷിച്ചു വരുന്നതാണ് കാഴ്ച. ഈ വോട്ട് ബാങ്കിലേക്കാണ് പുതിയ പാർട്ടിയുമായി ദളിത് നേതാവും അംബേദ്കറൈറ്റുമായ ആസാദിന്റെ കടന്നുകയറ്റം. ദളിത് മുസ്ലിം വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന നഗീന മണ്ഡലത്തിൽ വ്യക്തമായ ലീഡാണ് ആസാദ് നേടിയത്. 2019-ൽ SP-യുമായി സഖ്യമുണ്ടാക്കി BSP ആയിരുന്നു നാഗിനയിൽ വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് BSP SP പാർട്ടികൾക്ക് ചന്ദ്രശേഖർ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. താൻ മത്സരിച്ചാൽ വോട്ട് വിഭജിച്ചു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ചന്ദ്രശേഖറിന്റെ നീക്കം. ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട്. യുവാക്കളുടെ പിന്തുണയാണ് ചന്ദ്രശേഖറിനുള്ളതിലേറെയും. പിരിച്ചുവെച്ച മീശയും ബുള്ളറ്റിലുള്ള സഞ്ചാരവും തികഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടുമുള്ള ചന്ദ്രശേഖറിന്റെ സ്റ്റൈൽ ആൻഡ് ജീവിതം പുതുതലമുറയ്ക്ക് ഇഷ്ടമാണ്. ദളിത് യുവാക്കൾ കോളേജുകളിൽ നേരിട്ട വിവേചനങ്ങൾക്കെതിരെ പൊരുതിയാണ് ഭീം ആർമിയുടെ പിറവി. പൗരത്വ നിയമത്തിനെതിരെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ തീപ്പൊരി പാറിച്ചതോടെയാണ് ആസാദ് രാജ്യശ്രദ്ധയിലേക്ക് വരുന്നത്. പിന്നീട് കർഷക പ്രക്ഷോഭ സമയത്തും നാം ആസാദിനെ കണ്ടു. തികഞ്ഞ അംബേദ്കറിസ്റ്റായ ആസാദിന്റെ വാക്കുകളിലെ നീതിബോധം സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും അയാളിലേക്ക് അടുപ്പിച്ചു. പഠനകാലത്ത് ആസാദ് RSS പ്രവർത്തകനായിരുന്നുവെന്നാണ് വിവരം. ദളിതരോടുള്ള വിവേചനമാണ് അദ്ദേഹത്തെ RSSൽ നിന്നും അകറ്റി അംബേദ്കറിസ്റ്റാക്കിയത്.